8:54 സമയം. ക്ലബ് എഫ്എം 94.3. This is me, വിജീത. നമുക്കിതേ ഒരു കോളിങ്ങിന് വരുന്നുണ്ട്. ആരാ നോക്കാം? ഹലോ. ഹായ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണിത്? എന്റെ പേര് മനീഷ് എന്നാണ്. ഞാൻ അങ്കമാലിയില് ആണ് എന്റെ വർക്കിംഗ്. വീട് കോടനാടാണ്. അങ്കമാലിയിൽ ഞാനൊരു ഫുഡ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ മനീഷ്, പറയൂ. ഈ മെനു കാർഡിന്റെ കേസ്. അപ്പൊ എനിക്ക് ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാൻ തോന്നിയതേ, കുറച്ച് മുമ്പത്തെ കോഡിൽ പറയണ്ടായിരുന്നു സാനിറ്റൈസർ യൂസ് ചെയ്യാന്ന്. സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്ന നടപടിയുള്ള കേസല്ലല്ലോ. അല്ല, അത് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലോ, അത് അത്ര പോസിബിൾ അല്ലാന്ന്. നമ്മള് കുറച്ചുകൂടി ഒരു പ്രീമിയം സെഗ്മെന്റിൽ നോക്കുമ്പോ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ അധികം കോമൺ അല്ല, പക്ഷേ ഹൈദരാബാദൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഇവര് ഫുഡിന് മുമ്പ് നമുക്കൊരു ബൗൾ സെർവ് ചെയ്യും, ഹോട്ട് വാട്ടർ വിത്ത് ലെമൺ. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിൻഫെക്ടന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാൻ ഒരു പ്രീമിയം കുറച്ച് സെഗ്മെന്റിലേക്കോ, അതല്ലെങ്കിൽ ഇത് നമ്മളൊരു ശീലമാക്കി കൊണ്ടുവന്ന വലിയ എക്സ്പെൻസ് ഉള്ള കാര്യമൊന്നുമല്ല. എന്ത് ഇച്ചിരി നാരങ്ങ നീര് പിഴിഞ്ഞതുകൊണ്ട് ഈ കൊടുക്കുന്ന മെനുവിന്റെ കൂടെ ഒരു 5 രൂപ കൂട്ടിക്കഴിഞ്ഞാലും അതിന്റെ എഫക്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു റിസ്ക് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനൊരു മാർഗം കണ്ടുപിടിക്കണം. അതല്ലാതെ റിസ്ക് ആണെന്ന് മാത്രം നമ്മൾ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മളിപ്പോ വാഷ് ചെയ്തതിനേക്കാളും പ്രോപ്പർ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സലൈൻ വാട്ടറിനോ അല്ലെങ്കിൽ ഒരു ലെമൺ വാട്ടറിനോ അല്ലെങ്കിൽ ചെറിയൊരു വിനിഗറോ, അത് ഏത് കോമ്പിനേഷനാണ് ഇതിന് കൂടുതൽ ആന്റി ബാക്ടീരിയൽ റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു പ്രോബബിലിറ്റി നോക്കിയിട്ട് അതിലേക്കൊന്ന് സ്വിച്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പുറത്ത് വിളിച്ചു. അടിപൊളി, നല്ലൊരു സജഷനാണ്. കാരണം ഞാൻ നമ്മുടെ കേരളത്തിന് പുറത്ത് പല സ്ഥലത്തും ഇത് റെസ്റ്റോറന്റുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കേരളത്തിൽ പൊതുവെ കുറവാണ് ഈ ഒരു പ്രവണത, അല്ലെ? ഇവിടെ ഇപ്പൊ ഹൈ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ താജിൽ ചെന്നാലും ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് നമ്മൾ ഏറ്റവും ചെറിയൊരു പാരഡൈസിന് പോകണ്ട, ഹൈദരാബാദൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും കിട്ടും ഒരു ബൗള്. നമ്മൾ ഇവിടുത്തെ ചില ഹോട്ടലിലൊക്കെ ഇപ്പൊ എന്റെ പേരൻസിന് ഇത്തിരി ഏജിലായി, അപ്പൊ അവർക്ക് പോയി കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ബൗള് തരുമോ, ഇച്ചിരി വെള്ളം ചൂടുവെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോ അതിന് തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഇത് നമ്മളുടെ ഒരു ഹെസിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ അകത്ത് അത്ര ഒരു റെലവൻസ് കൊടുക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറ്. അതൊക്കെ ഒരു അവയർനെസ് സെഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പബ്ലിക് ഇതിന്റെ അകത്ത് പറയാൻ കാരണം. അത് കേട്ട് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും ഇത് ചോദിക്കുകയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആവും എന്നൊരു തോന്നൽ. എനിവേ, താങ്ക്സ് എ ലോട്ട് ഫോർ ഷെയറിംഗ് ടോ. കാരണം തീർച്ചയായിട്ടും നമ്മുടെ ചിന്തയിൽ നിന്ന് വിട്ടുപോയ ഒരു കാര്യമാണെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുന്നത് ഭയങ്കര അടിപൊളിയല്ലേ. അത്രയധികം ചെലവൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ചൂടുവെള്ളം. വലിയ ചെലവൊന്നുമില്ല. അതിലൊരു കഷ്ണം നാരങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു നീരും വെള്ളവും ചേർന്നിട്ടുള്ള ലിക്വിഡിൽ നമ്മൾ കൈയൊന്ന് മുക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സുഖമാണ്, ഭയങ്കര ഒരു വൃത്തിയായി എന്നുള്ളൊരു ഫീലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു കാര്യം നമ്മുടെ റെസ്റ്റോറന്റുകളിലൊക്കെ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നാണ് പറയുന്നത്. ഇത് റെസ്റ്റോറന്റ് ഉടമകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഒരു അവകാശം കൂടി നമുക്ക് ചോദിക്കാം, ഇങ്ങനൊന്നും തരുമോ എന്നുള്ളത് നമുക്ക് ചോദിക്കുന്നതുകൊണ്ട് തെറ്റില്ല.